മൂർത്തി പറഞ്ഞതുപോലെ പ്രതീക്ഷയ്ക്ക് നേരിയ മങ്ങലേറ്റിട്ടുണ്ടെങ്കിലും അവസാനവട്ട കാത്തിരിപ്പിലാണ് അർജുൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും. കുടുംബത്തിനൊപ്പം ഈ കണ്ണാടിക്കൽ സ്വദേശികളും അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് അർജുൻ്റെ കുടുംബ സുഹൃത്തും അയൽവാസിയുമായിട്ടുള്ള രവീന്ദ്രേട്ടനാണ്. രവീന്ദ്രേട്ടനാണ് ഇവിടുത്തെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് രവിയേട്ടനാണ്. രവിയേട്ടാ, ഇന്ന് ഇപ്പം അവസാനമായിട്ട് നമ്മൾ കുടുംബത്തിൻ്റെ പ്രതികരണം എടുത്ത സമയത്തെ അഞ്ജു പറയുന്നത് എങ്ങനെയാണ് തൻ്റെ സഹോദരനെ തിരിച്ചു കിട്ടുക എന്നത് പ്രതീക്ഷ ഇല്ലാത്ത രീതിയിലുള്ളൊരു സംസാരമായിരുന്നു ഉണ്ടായിരുന്നത്. ചേട്ടന് ഈ കുടുംബത്തിനോട് സംസാരിച്ചിരുന്നോ? എന്താണ് അവർക്ക് പറയാനുള്ളത്? ഞാൻ അവരെ പറ്റി എല്ലാം മനസ്സിലാക്കിയതാണ്. സംസാരിക്കാതെ തന്നെ അവരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതാണ്. പക്ഷെ അതിലുള്ള ഒരു പ്രയാസം, ഇതുവരെ രക്ഷാദൗത്യത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ഇനി മുന്നോട്ടുള്ളത് വളരെ ശ്രദ്ധയോടു കൂടി നമ്മൾ നടത്തുകയാണെങ്കിൽ ഇപ്പോഴും നമ്മളുടെ പ്രതീക്ഷ വിട്ടിട്ടില്ല. ഏത് വിധത്തിലായാലും ശരി വണ്ടിയും അർജുനെയും കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്തു തന്നെയായാലും ശരി, ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയുള്ള മണ്ണ് മുഴുവൻ മാറ്റി തീർന്നിട്ടില്ല. കാരണം 500 മീറ്റർ സ്ക്വയറിലുള്ള മണ്ണ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ 1/2 കിലോമീറ്റർ ചുറ്റളവിലുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു 2% എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാക്കും എന്നുള്ളത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അത് തീർത്ത് പറയണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാരൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്നാൽ അവിടെ നിൽക്കുന്ന ആൾ പറയുന്നത് എന്താണ്, ഒരു 1/2 ഭാഗം പകുതി മണ്ണ് വരെ എടുത്ത് തീർന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റ് പിഴവുകളുണ്ടോ അതൊന്നും ചൂണ്ടിക്കാണിക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് എത്രയും വേഗം അർജുനെയും വണ്ടിയും വീണ്ടെടുക്കാൻ കഴിയണം, അതോടൊപ്പം വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും വീണ്ടെടുക്കാൻ കഴിയണം എന്നുള്ളൊരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഇത് വരുന്ന സമയത്ത് അർജുനെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്ന അല്ലെങ്കിൽ ലോറി കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ ഈ കായലിലുള്ള തിരച്ചിലും നടത്തണം. അതേമാതിരി തന്നെ സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇതും വ്യാപിക്കണം. നമ്മൾ ചെറിയൊരു വട്ടത്തിൽ പോരാ, ഇത് വ്യാപിച്ചിട്ട് ഒരു വലിയൊരു ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത് നടത്തിയാലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആവുള്ളൂ. അല്ലാത്തടത്തോളം ആർക്കും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമായ ധാരണയില്ലാത്ത വിധത്തിലാണ് മറുപടി കിട്ടുന്നത്. ആരും ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ രക്ഷാദൗത്യം ഞങ്ങൾ തീർക്കും എന്നുള്ളത് പറയാൻ കഴിയുന്നില്ല. ഇവിടേക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് നമ്മൾ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടെ ഇനി ഇത്ര സമയം കൊണ്ട് ഞങ്ങൾക്ക് ഇത് തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾ ഈ കവളപ്പാറ ദുരന്തം അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ഇതാക്കി. അതല്ല, നമ്മൾ ഇടപെടാത്ത കരിപ്പൂർ ദുരന്തം അതിലൊക്കെ ഉണ്ടായ സമയത്ത് ജനങ്ങൾ കയറി കണ്ട് അതിലിടപെട്ട് അതിൻ്റേതായ ഫലം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ആദ്യ മണിക്കൂറുകളിൽ കുറേ വീഴ്ച പറ്റി. ആ വീഴ്ചകളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സന്നദ്ധ അവരുടെ ഉണ്ടായി. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോഴും നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുമ്പ് പോലും ഒരു 0 മണ്ണ് വരെ ഉള്ളതുണ്ടെങ്കിൽ അത് മാറ്റി നോക്കുന്നവരെ അവരവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങണം. മണ്ണ് മാറ്റാതെ കായലിലേക്കുള്ളതിന് ആലോചിക്കുന്ന എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ സമയത്ത് ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ കായലിലതും വേണമെങ്കിൽ ചെയ്യാം. ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് ഇതിലൊരു വിശ്വാസം വരുന്നുള്ളൂ. അല്ലാതെ ടേൺ ബൈ ടേണായിട്ട് ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഒന്ന് എന്നുള്ളതിന് ഇതിനെ അനുവദിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഇതൊരു ദുരന്തമാണ്. ദുരന്ത മുഖത്ത് നമ്മളൊരു ഷെഡ്യൂൾ വെച്ചിട്ട് കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കോർഡിനേഷൻ കാര്യമായിട്ടും വേണം. ആ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യം മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും അവരെ പോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കാണുന്ന പോലെ തന്നെ അർജുനെ കണ്ടെത്തും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ ഫാമിലീനെ മറ്റൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അവരത്രത്തോളം ക്ഷമിച്ച്, അവരത്രത്തോളം ത്യാഗം സഹിച്ചു, അത്രത്തോളം വിഷമിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് പോലും അവരെ ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾ മാധ്യമപ്രവർത്തകർ പോലും, നിങ്ങൾ ചാനലുകാർക്ക് പോലും അവരെ ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ വികാരം കൂടെ ഞങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ്, ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനോ അല്ല. നമ്മൾ വല്ല കാരണത്താലും നമ്മളെടുത്തുനിന്ന് എന്തെങ്കിലും പാകപ്പിഴവായിട്ടുള്ള സംസാരം മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇതിനോട് അനുബന്ധിച്ചുള്ള ആ
വിഷമം മനസ്സിലാക്കിക്കൊണ്ടാണ്, അല്ലാതെ ആരെയും കുറ്റപ്പെടുത്താൻ നമുക്ക്